പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ LGSന്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. LGSന്റെ റിസൾട്ട് വന്നു. LDCയുടെ തിരുവനന്തപുരം ജില്ലയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 52 നമ്മുടെ LDCയുടെ തിരുവനന്തപുരം ജില്ലയുടെ റിസൾട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് LGSന്റെ ഒരു കംപ്ലീറ്റ് അനലൈസിസ് ആണ്. എന്ന് പറയുമ്പോൾ ജില്ലകൾ ഇപ്പോൾ നിലവിലെ എല്ലാ ജില്ലകളും വന്നിട്ടുണ്ട്, അതിന്റെ കട്ട് ഓഫുകളും. അതുപോലെ തന്നെ 2022 എന്ന് പറയുമ്പോൾ നിലവിലെ കട്ട് ഓഫ്, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്, അതുപോലെ തന്നെ നിലവിലെ എത്ര പേരാണ് മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എത്ര പേര് ടോട്ടൽ മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ടോട്ടൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര പേർക്ക് അതിനകത്ത് OC കാൻഡിഡേറ്റ്സിന് എത്ര പേർക്ക് അതിനകത്ത് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് സംസാരിച്ച സമയം വേണ്ട, തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ജില്ലകൾ തന്നെയാണ്. ജില്ലകൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് നമുക്കറിയാമല്ലോ, 2022 69 നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിന് അല്ലെങ്കിൽ 2018 69 തന്നെയാണ്, വ്യത്യാസം വന്നിട്ടില്ല. മെയിൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 2022 1030 പേരാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലേക്ക് വന്നത്. ഷോർട്ട് ലിസ്റ്റിലേക്ക് വന്നത് 1030 പേരാണ്. എന്നാൽ 2018 നോക്കുകയാണെങ്കിൽ അതിനകത്ത് അഡ്വൈസ് പോയിട്ടുള്ള ടോട്ടലായിട്ട് 1023 പേർക്കാണ് പോയിട്ടുള്ളത്. കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ, ഷോർട്ട് ലിസ്റ്റ് ആണ്. ഇനി മെയിൻ ലിസ്റ്റ് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ടോട്ടൽ മെയിൻ ലിസ്റ്റ് നിന്ന് 2018 അഡ്വൈസ് പോയിരിക്കുന്നത് 1023 പേർക്കാണ്. അതിൽ OC കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 886 പേരാണ്, അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ് 886 പേർക്കാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് അഡ്വൈസ് പോയിട്ടുള്ളത്. കൊല്ലം നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് 70 കഴിഞ്ഞ പ്രാവശ്യം 62 ഇപ്രാവശ്യത്തെ ഷോർട്ട് ലിസ്റ്റിനകത്ത് 606 പേരാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ 2018 OC കാൻഡിഡേറ്റ്സിന് 555 പേർക്കും മൊത്തത്തിൽ 613 പേർക്കുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്വൈസ് പോയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നോക്കുകയാണെങ്കിൽ നിലവിലത്തെ കട്ട് ഓഫ് 66 കഴിഞ്ഞ വർഷത്തെ 56 മെയിൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 367 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആണ് നിലവിൽ 2022 വന്നിട്ടുള്ളത്. അഡ്വൈസ് പോയിട്ടുള്ളതായി 337 പേർക്ക് 2018 OC കാൻഡിഡേറ്റ്സിനും, അതുപോലെ തന്നെ 372 പേരാണ് മൊത്തത്തിൽ അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, ആലപ്പുഴ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ 68 നിലവിൽ കട്ട് ഓഫ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആയിരുന്നു. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള 456 പേരെയാണ്. അതുപോലെ തന്നെ അഡ്വൈസിൽ ശ്രദ്ധിക്കുക, 2018 അഡ്വൈസിലാണെങ്കിൽ അത് 380 പേർക്ക് OC കാൻഡിഡേറ്റ്സിനും 447 പേർക്ക് മൊത്തത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. കോട്ടയാണെങ്കിൽ 67 നിലവിലെത്തത്, കഴിഞ്ഞ വർഷം 62. അപ്പോൾ അഡ്വൈസ് ഈ ഒരു കട്ട് ഓഫ് കൂടുന്ന റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ മെയിൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 427 പേർക്കാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്വൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടൽ 335 പേർക്കാണ് ഷോർട്ട് ലിസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അതിൽ 376 പേരെന്ന് പറയുന്നത് നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സ് ആണ്. ഓക്കെ, അത് ഇടുക്കി നോക്കുകയാണെങ്കിൽ 65 കട്ട് ഓഫ്, കഴിഞ്ഞ പ്രാവശ്യം അത് 57 ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കൂടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ മെയിൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 2022 ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് 378 പേർക്കാണ് ഷോർട്ട് ലിസ്റ്റ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 2018 അഡ്വൈസിന് കണക്ക് നോക്കുകയാണെങ്കിൽ 419 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ OC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് 375 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. എറണാകുളം നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം എന്ന് പറയുന്നത് 66 കട്ട് ഓഫ് വന്നിട്ടുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം 65 കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 796 പേർക്കാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്, നമ്മുടെ 796 പേർക്കാണ്. അതുപോലെ തന്നെ OC കാൻഡിഡേറ്റ്സ് 748 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 819 പേർക്കാണെങ്കിൽ നമ്മുടെ ടോട്ടലായിട്ട് മൊത്തത്തിൽ എറണാകുളത്ത് അഡ്വൈസ് പോയിട്ടുള്ളത് 819 പേർക്കാണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇത് പോയിട്ടുള്ളത്, നമ്മുടെ അഡ്വൈസ് പോയിട്ടുള്ളത്. അടുത്ത ബാക്കി ജില്ലകൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളുടെ ടോട്ടൽ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പോൾ കട്ട് ഓഫിന്റെ കാര്യം കണ്ടല്ലോ, 70 61 മെയിൻ ലിസ്റ്റ് ആണെങ്കിൽ 2022 ഇപ്പോൾ വന്നിട്ടുള്ളത് 699 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്വൈസിലേക്ക് കടക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 697 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാടിന്റെ കട്ട് ഓഫിന് വ്യത്യാസം കണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്ക് കൂടുതലായിരുന്നു അല്ലേ. എന്ന് വെച്ചാൽ 2018 71 ആയിരുന്നു, നിലവിൽ 69 മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 22 ഇപ്പോൾ വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് 694 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആണ്. OC കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 674 പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടലായിട്ട് 695 പേർക്കാണ് നമ്മുടെ മലപ്പുറത്ത് ഷോർട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളുടെയും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യുക, അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ LGSനെ മൊത്തത്തിലുള്ള അനലൈസിസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലായി എത്ര പേർക്ക് ജോലി കിട്ടും, ഉദ്ദേശം അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ ഈ ഒരു റേഞ്ച് ആയിരിക്കും നമ്മുടെ 2022 വരാനായിട്ട് പോകുന്നത്. വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊക്കെയാണ് LGSന്റെ നിലവിലത്തെ അഡ്വൈസ് പോകുന്നതും, അതുപോലെ തന്നെ OC കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സിന് എത്ര പേർക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതും കട്ട് ഓഫിന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു PDF കണ്ടപ്പോഴത്തേക്കും മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മൊത്തം ജില്ലകൾ
വരാനായിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തതെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഇനി LDC വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ LDC ബാക്കി ജില്ലകളും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും പുതിയ വീഡിയോസ് എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുഖാന്തരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജില്ലകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അതിലേക്കുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.